ഹായ് ഫ്രണ്ട്സ്, ചെസ് മാസ്റ്റർ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റൊമാൻറ്റിക് ചെസ് സീരീസിലെ 4ാമത്തെ ഗെയിമാണ്. 3ാമത്തെ ഗെയിമിൽ നമ്മൾ ഫിലിപ്പ് ഹിർഷ്ഫീൽഡ് 14 നിരന്തരമായ ചെക്കുകളിലൂടെ കോളിഷ് എന്ന പ്ലെയറിനെ പരാജയപ്പെടുത്തിയ അതിഗംഭീരമായ ഒരു അറ്റാക്കിംഗ് ഗെയിം കണ്ടു. ഈ ഒരു ഗെയിമിൽ അതേ പ്ലെയേഴ്സ് തന്നെ വീണ്ടും ഏറ്റുമുട്ടുകയാണ്. ഇതിൽ കോളിഷ്, നേരത്തെ പരാജയപ്പെട്ട കോളിഷ് വൈറ്റ് പീസുകൾ എടുത്തുകൊണ്ടാണ് ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫിലിപ്പ് ഹിർഷ്ഫീൽഡിനെ പൂട്ടാൻ കോളിഷിന് പറ്റുമോ? നമുക്ക് ഗെയിം കാണാം. പോൺ E4 കളിച്ച് കോളിഷ് ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നു. E5, നൈറ്റ് F3, നൈറ്റ് C6, ബിഷപ്പ് C4. ഇറ്റാലിയൻ ഓപ്പണിംഗ്. ബിഷപ്പ് C5 വരുന്നു. ജിക്കോ പിയാനോ. ഇതിൽ പോൺ B4. ഇതാണ് ഇവൻസ് ഗാംബിറ്റ് എന്നറിയപ്പെടുന്ന ഓപ്പണിംഗ്. ഒരു പോണിനെ ഗാംബിറ്റ് ചെയ്യുകയാണ്, സാക്രിഫൈസ് ചെയ്യുകയാണ്. ഇവിടെ ഈ ഒരു ഓപ്പണിംഗ് വളരെ നല്ലൊരു അറ്റാക്കിംഗ് ചാൻസ് ഉള്ള ഒരു ഓപ്പണിംഗ് ആണ്. ഇതിന്റെ ഓപ്പണിംഗ് തിയറി വീഡിയോ നമ്മൾ മുന്നേ ചെയ്തതാണ്, അതിന്റെ ലിങ്ക് കൊടുക്കാം, എന്തായാലും നിങ്ങൾ കാണുക. പഠിക്കേണ്ട ഒരു ഓപ്പണിംഗ് ലൈനാണിത്. നല്ല അറ്റാക്കിംഗ് കിട്ടാൻ ചാൻസ് ഉണ്ട് വൈറ്റിന്. ഓക്കെ, ഇവിടെ മെയിൻ മൂവ് വരുന്നത് ബിഷപ്പ് ടേക്സ് പോൺ, പോൺ C3, ബിഷപ്പിൽ അറ്റാക്ക്. ബിഷപ്പ് തിരിച്ച് A5ലേക്ക് മാറുന്നു. പോൺ D4, പോൺ ടേക്സ് പോൺ, castling king side. Pawn D6, pawn takes pawn, bishop B6. ഇതൊക്കെ ഈ ഒരു ഇവൻസ് ക്യാമ്പിന്റെ തിയറിയിൽ നമ്മൾ ചർച്ച ചെയ്തതാണ്, മെയിൻ മൂവുകളാണ്. ഇവിടെ വരുന്നു നൈറ്റ് C3, ബിഷപ്പ് G4, നൈറ്റിനെ പിൻ ചെയ്യുന്നു. ക്വീൻ A4. ഇവിടെ ഈ ഒരു നൈറ്റിനെ ക്വീൻ പിൻ ചെയ്തിരിക്കുകയാണ്, അതുകൊണ്ട് ബിഷപ്പ് ആദ്യം തിരിച്ചു പോകുന്നു. ഇനി ഈ ഒരു നൈറ്റിനെ മാറ്റിക്കഴിഞ്ഞാൽ ക്വീനിൽ അറ്റാക്ക് വരും, അതുകൊണ്ട് ക്വീൻ B3യിലേക്ക് മാറുന്നു. ഇപ്പോൾ ക്വീനും ബിഷപ്പും കൂടി ഈ ഒരു പോണിൽ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. എന്നാൽ അതൊന്നും വകവെക്കാതെ നൈറ്റ് A5, ഇവിടെ ഒരു ഫോർക്ക് വന്നിരിക്കുകയാണ് ബിഷപ്പിലും ക്വീനിലും. ക്വീനിനെ മാറ്റിക്കഴിഞ്ഞാൽ ഈ ഒരു ബിഷപ്പ് പോകും. ഇനി ക്വീനിനെ ഇതിന് സപ്പോർട്ട് കൊടുത്തുകൊണ്ട് മാറ്റുകയാണെങ്കിൽ തന്നെ അതിനെ പിന്നീട് ക്വീനിനെ അറ്റാക്ക് ചെയ്തുകൊണ്ട് ക്വീനിന് മാറേണ്ടി വരും, പിന്നെ ബിഷപ്പിനെ വെട്ടി മാറ്റാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ കോളിഷ് കളിക്കുന്നത് ബിഷപ്പ് സാക്രിഫൈസ്, ബിഷപ്പ് ടേക്സ് പോൺ ചെക്ക്. കിങ് F8ലേക്ക് മാറുന്നു. ഇപ്പോൾ കാണാം നൈറ്റ് ടേക്സ് ക്വീൻ ഒരു ത്രെട്ടാണ്. ഈ ആദ്യം ചെക്ക് കൊടുത്തപ്പോൾ അതൊരു സാക്രിഫൈസ് ആയിരുന്നില്ല, എന്നാൽ ഈ ഒരു ക്വീന് കൂടി അറ്റാക്കിലാണ്, ഈ ബിഷപ്പും അറ്റാക്കിലാണുള്ളത്. ക്വീനിന് ഈ ലൈനിൽ പോകാനും സാധ്യമല്ല, അതുകൊണ്ട് തന്നെ ഈ ഒരു ബിഷപ്പ് ഇപ്പോൾ പോകും. ഇവിടെ ക്വീനെ തിരിച്ച് C2ലേക്ക് കളിക്കുകയാണ്. കിങ് ടേക്സ്, ബിഷപ്പ് വരുന്നു. ഇവിടെ വരുന്നു പോൺ E5. ഇവിടെ പോൺ ടേക്സ് പോൺ കളിക്കുന്നില്ല. കളിച്ചു കഴിഞ്ഞാൽ അത് ഭയങ്കര ഡേഞ്ചറാണ് ബ്ലാക്കിന്. കാരണം പോൺ ടേക്സ് പോൺ കളിച്ചു കഴിഞ്ഞാൽ നൈറ്റ് ടേക്സ് പോൺ വന്നുകൊണ്ട് അതൊരു നല്ല ഒരു ചെക്ക് വരും. അതേപോലെ ഈ ഒരു ഡയഗണൽ ഓപ്പൺ ആവും. അതിനുശേഷം ബിഷപ്പ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നല്ലൊരു അറ്റാക്കിംഗ് ചാൻസ് വൈറ്റിന് കിട്ടും. അതുകൊണ്ട് ഈ ഒരു പോൺ ടേക്സ് പോൺ നല്ല മൂവ് അല്ല. അതുകൊണ്ട് തന്നെ ആദ്യമായി വരുന്നു പോൺ H6. ഈ ഒരു ബിഷപ്പിന്റെ അല്ലെങ്കിൽ നൈറ്റിന്റെ സ്ക്വയർ ഇവിടെ കൺട്രോൾ ചെയ്യുകയാണ് ബ്ലാക്ക്. ഇവിടെ വരുന്നു നെക്സ്റ്റ് മൂവ് പോൺ D5. എന്താണ് ഇവിടെ ഒരു പോൺ D5ന്റെ ഉദ്ദേശം? മറ്റൊന്നുമല്ല, നെക്സ്റ്റ് മൂവിൽ ഇവിടെ പോൺ E6 മൂവ് ചെയ്തുകൊണ്ട് ചെക്ക്, അതേപോലെ ബിഷപ്പിനെ അറ്റാക്ക് അല്ലെ. ഇവിടെ പോൺ ടേക്സ് പോൺ കളിച്ചു കഴിഞ്ഞാൽ അതും ഡേഞ്ചറാണ്. ഇവിടെ ബ്ലാക്ക് കളിക്കുന്നത് ബിഷപ്പിനെ തിരിച്ച് ഈ ഒരു ട്രാപ്പിൽ നിന്നും മാറ്റുകയാണ്, ബിഷപ്പ് G5 കളിച്ചുകൊണ്ട്. എന്നാൽ ഇവിടെ പോൺ ടേക്സ് പോൺ കളിക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ നൈറ്റ് ടേക്സ് പോൺ, ഇവിടെ ചെക്ക് വരും, ബിഷപ്പിൽ അറ്റാക്ക് ഉണ്ട്. കിങ് തിരിച്ചു മാറുകയാണെങ്കിൽ, കിങ് ഇങ്ങോട്ടേക്ക് മാറിക്കഴിഞ്ഞാൽ റൂക്കിന്റെ ലൈനിൽ വരും. അത് മാത്രമല്ല, ഇവിടെയും ഇങ്ങോട്ടേക്ക് മാറിക്കഴിഞ്ഞാൽ ഈ ഒരു പോൺ മാറിയപ്പോൾ ഇവിടെ കാണാം ക്വീൻ G6 ചെക്കാണ്. ഇത് പെട്ടെന്ന് തന്നെ ചെക്ക് മേറ്റ് ആവും. അതായത് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ചെക്ക് മേറ്റ് ആണ്. ഇനി കിങ് E7ലേക്കൊക്കെ മാറിക്കഴിഞ്ഞാൽ പോൺ കൊണ്ട് ചെക്ക് കൊടുക്കാം. പോൺ ടേക്സ് പോൺ വന്നാലും ഇവിടെ ക്വീൻ F7 ചെക്ക്, അതേപോലെ ചെക്ക് മേറ്റ് ആണിത്. ഓക്കെ, ഇനി അതിന് പകരം ഇവിടെ പോൺ D5 വന്നപ്പോൾ ഇങ്ങനെയുള്ള ഡേഞ്ചർ ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു നൈറ്റ് ഇവിടെ അറ്റാക്കിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെയൊക്കെ ഓപ്പൺ ആവും.
അതുകൊണ്ട് തന്നെ പോൺ ടെക്സ് പോൺ കളിക്കുന്നില്ല, ബിഷപ്പിനെ കൊണ്ടുവരുന്നു. ബിഷപ്പ് G4, ഈ ഒരു നൈറ്റിൽ അറ്റാക്ക് ഉണ്ട്, അത് ഡിഫൻഡഡ് ആണ്. നെക്സ്റ്റ് മൂവ് വരികയാണ് പോൺ E6, ഈ ഒരു കിങ്ങിൽ അറ്റാക്ക്. ഇവിടെ ബിഷപ്പ് ടേക്സ് പോൺ തിരിച്ച് കളിക്കേണ്ടി വരികയാണ് ബ്ലാക്ക്. ആ നേരത്തെ കിട്ടിയ ബിഷപ്പിനെ തിരിച്ചു കൊടുക്കേണ്ടി വരികയാണ്. ഇനി അതിന് പകരം ഈ ഒരു കിങ്ങിനെ മാറ്റുക വല്ലതും ചെയ്താലോ, നമുക്ക് നോക്കാം. ഫോർ എക്സാമ്പിൾ കിങ്ങിനെ ഇങ്ങോട്ടേക്ക് മാറ്റിക്കഴിഞ്ഞാൽ ക്വീൻ G6 വരും, പിന്നെ ഇങ്ങനെയുള്ള ഒരു ഡബിൾ അറ്റാക്കിംഗ് ത്രെട്ട് വരും, അതായത് ചെക്ക് മേറ്റിനുള്ള ഒരു ചാൻസ്. അതേപോലെ ഇപ്പോൾ ബിഷപ്പ് ടേക്സ് നൈറ്റ് സാധ്യമല്ല, ക്വീൻ കൊണ്ട് ചെക്ക് മേറ്റ് വരും. ഇനി ഈ ചെക്ക് മേറ്റ് തടയാൻ വേണ്ടി വേറെ വല്ലതും കളിക്കുകയാണെങ്കിൽ തന്നെ ക്വീൻ ടേക്സ് ബിഷപ്പ് വരും. ഓക്കെ, ഇനി ഇവിടെ ബിഷപ്പ് ടേക്സ് E6 ആണ് ആകെ ചെയ്യാൻ പറ്റുന്നത്. എന്തായാലും ഈ ഒരു ബിഷപ്പൊക്കെ പോവും, പോൺ ടേക്സ് ബിഷപ്പൊക്കെ വരും. അതുകൊണ്ട് തന്നെ ഈ ലൈനിലേക്കൊന്നും ബ്ലാക്ക് കടക്കുന്നില്ല. ഇവിടെ പോൺ E6 കളിച്ച് ചെക്ക് കൊടുത്തപ്പോൾ കിങ്ങിനെ മാറ്റിക്കഴിഞ്ഞാൽ ലൈനാണ് നമ്മൾ കണ്ടത്. അതിന് പകരം ഈ തിരിച്ച് കിട്ടിയ നേരത്തെ കിട്ടിയ ആ ഒരു വൈറ്റിന്റെ ബിഷപ്പിന് പകരം ബ്ലാക്ക് തൻ്റെ ബിഷപ്പിനെയും സാക്രിഫൈസ് ചെയ്യുകയാണ്. ഇവിടെ വരുന്നു പോൺ ടേക്സ് ബിഷപ്പ്, അപ്പോൾ കിങ് ടേക്സ് പോൺ. ഇവിടെ കിങ് വളരെ ഓപ്പണായി കിട്ടിയിരിക്കുകയാണ് സെൻട്രൽ. ഇനി എങ്ങനെ അറ്റാക്ക് മുന്നോട്ട് പോകുന്നതെന്ന് കാണാം. ആദ്യമായി വരുന്നു ക്വീൻ കൊണ്ട് ചെക്ക്, ക്വീൻ G6 ചെക്ക്, ക്വീൻ കൊണ്ട് തിരിച്ച് ബ്ലോക്ക് ചെയ്യുന്നു. ഇവിടെ ക്വീൻ ടേക്സ്, ക്വീൻ ട്രേഡിന് ഓഫർ കൊടുക്കുകയാണ്, എന്നാൽ ആ ഒരു ഓഫർ ഒന്നും എടുക്കുന്നില്ല. ഇവിടെ ആദ്യം വരുന്നു റൂക്ക് കൊണ്ട് ചെക്ക്, റൂക്ക് E1 ചെക്ക്, കിങ് D7ലേക്ക് മാറുന്നു. ഇവിടെ നമുക്ക് കാണാം നെക്സ്റ്റ് മൂവ് ക്വീൻ G4 ചെക്ക്, കിങ് D8ലേക്ക് മാറുന്നു. നെക്സ്റ്റ് മൂവ് നിങ്ങൾക്ക് വേണമെങ്കിൽ പോസ് ചെയ്ത് നോക്കാം. ഇവിടെ കോളിഷ് കളിക്കുന്ന നെക്സ്റ്റ് മൂവ് ഒരു സാക്രിഫൈസ് മൂവാണ്, അതായത് നൈറ്റ് D5. ഈ നൈറ്റിനെ മാറ്റിക്കൊണ്ട് റൂക്കിനെ സാക്രിഫൈസ് ചെയ്തിരിക്കുകയാണ്. ക്വീനിൽ അറ്റാക്ക് ഉണ്ട്, ബിഷപ്പിൽ അറ്റാക്ക് ഉണ്ട്. എന്നാൽ ഇവിടെ ബ്ലാക്ക് കളിക്കുന്നത് ക്വീൻ F7 ആണ്. കാരണം ക്വീൻ ടെക്സ് റൂക്ക് കളിച്ചു കഴിഞ്ഞാൽ ഉടൻ വരും ബിഷപ്പ് കൊണ്ട് ഒരു ചെക്ക്, ബിഷപ്പ് സാക്രിഫൈസ്, അതിനുശേഷം പോൺ ടെക്സ് ബിഷപ്പ് വന്നാൽ റൂക്ക് ടെക്സ് ക്വീൻ, അങ്ങനെ ക്വീനിനെ വെട്ടിമാറ്റാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു സാക്രിഫൈസ് ബ്ലാക്ക് സ്വീകരിക്കുന്നില്ല. ബ്ലാക്ക് ക്വീനിനെ തിരിച്ച് F7ലേക്ക് കൊണ്ടുപോകുന്നു. ഇനി ഈ ഒരു ക്വീൻ നൈറ്റിൽ അറ്റാക്ക് ചെയ്യുന്നുണ്ട്, ഈ നൈറ്റിനെ മാറ്റണം അല്ലേ? നിങ്ങൾക്ക് വേണമെങ്കിൽ വീഡിയോ പോസ്റ്റ് ചെയ്ത് നോക്കാം. വൈറ്റിന്റെ നെക്സ്റ്റ് മൂവ്, നേരത്തെ ഈ ഒരു റൂക്കിനെ സാക്രിഫൈസ് ചെയ്ത വൈറ്റ് നെക്സ്റ്റ് മൂവ് കളിക്കുകയാണ്. യെസ്, നൈറ്റിനെ കൂടി സാക്രിഫൈസ് ചെയ്തുകൊണ്ട് മറ്റൊരു ബിഷപ്പ് സാക്രിഫൈസ് കൂടി, ബിഷപ്പ് G5 ചെക്ക്. ക്വീൻ ടേക്സ് നൈറ്റ് ഉള്ള ത്രെട്ട് വകവയ്ക്കാതെ ബിഷപ്പിനെ സാക്രിഫൈസ് ചെയ്തിരിക്കുന്നു. ഇവിടെ വരുന്നു പോൺ ടേക്സ് ബിഷപ്പ്, കാരണം ചെക്ക് ആണല്ലോ. അപ്പോൾ ബിഷപ്പിനെ വെട്ടിമാറ്റുന്നു. ഇവിടെ വരുന്നു നൈറ്റ് ടേക്സ് പോൺ, ക്വീനിൽ അറ്റാക്ക്. വീണ്ടും ആ ഒരു നൈറ്റിനെ രക്ഷിക്കാതെ സാക്രിഫൈസ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ ക്വീൻ ടെക്സ് നൈറ്റ് ബ്ലാക്ക് കളിക്കുന്നില്ല. ക്വീൻ ടെക്സ് കളിച്ചു കഴിഞ്ഞാൽ, ക്വീൻ ടെക്സ് നൈറ്റ് കളിച്ചു കഴിഞ്ഞാൽ നൈറ്റ് കൊണ്ട് ചെക്ക് വരും. ഇവിടെ ഒന്നുകിൽ ഇങ്ങോട്ട് മാറണം, ഈ ഒരു 3 സ്ക്വയേഴ്സിലാണ് മാറേണ്ടത്. എങ്ങനെ മാറിക്കഴിഞ്ഞാലും പെട്ടെന്ന് തന്നെ ചെക്ക് മേറ്റിംഗ് അറ്റാക്ക് വരും. ഫോർ എക്സാമ്പിൾ നമുക്ക് നോക്കാം, ഇവിടെ ഇങ്ങോട്ടേക്ക് മാറിക്കഴിഞ്ഞാൽ ക്വീൻ ടെക്സ് പോൺ. ഓക്കെ, നെക്സ്റ്റ് മൂവിൽ ഇവിടെ ചെക്ക് മേറ്റ് ത്രെട്ട് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഏതെങ്കിലും ഇപ്പോൾ റൂക്കിൽ അറ്റാക്ക് ഉണ്ട്, റൂക്കിനെ മാറ്റിയെന്ന് വിചാരിക്കുക. റൂക്കിനെ ഇങ്ങോട്ടേക്ക് മാറ്റിക്കഴിഞ്ഞാൽ നൈറ്റ് ടേക്സ് പോൺ, ഇവിടെ ഡബിൾ ചെക്ക്. അതിനുശേഷം കിങ് എവിടെയെങ്കിലും D8ലേക്ക് മാറിയെന്ന് വിചാരിക്കാം. അപ്പോൾ റൂക്ക് E8 ചെക്ക് മേറ്റ്, കാരണം ഈ ഒരു നൈറ്റ് ഡിഫെൻഡഡ് ആണ്. അതാണ് ഒരു പ്രോബ്ലം. ഇനി അതിന് പകരം ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ ചെക്ക് കൊടുത്തപ്പോൾ കിങ് ഇവിടെ വന്നപ്പോൾ നമ്മൾ കണ്ടു. ഇനി കിങ് മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അപ്പോഴും ഇവിടെ ചെക്ക് മേറ്റ് ചെയ്യാൻ സാധിക്കും. ഇവിടെ വരുന്ന മൂവ് ആദ്യം നൈറ്റ് F4 ചെക്കാണ്, ചെക്ക് മേറ്റ് ഡബിൾ ചെക്കാണ്. അതേപോലെ ക്വീനിനെ വെട്ടി മാറ്റാൻ സാധിക്കും. ഓക്കെ, പിന്നീട്
കളി നമ്മൾ അനലൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്തായാലും ക്വീനെ വെട്ടി മാറ്റിക്കൊണ്ട് വിജയിക്കാൻ സാധിക്കും. ഇത് തന്നെ ഇതേപോലെ തന്നെയാണ് ഈ ഒരു പൊസിഷനിൽ വെച്ച് ചെക്ക് കൊടുക്കുമ്പോൾ ഇങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ഇത് ചെക്ക്മേറ്റിലേക്ക് പെട്ടെന്ന് തന്നെ എത്തും. 3 നീക്കത്തിൽ ചെക്ക്മേറ്റ് ആവും. കാരണം നമുക്ക് കാണാം ഇവിടെ നൈറ്റ് കൊണ്ട് F8 വന്ന് ഇവിടെ ഒരു ഡിസ്കവേർഡ് ചെക്ക് കൊടുക്കാൻ സാധിക്കും. പിന്നെ എങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ, അതായത് കിങ്ങിനെ എങ്ങോട്ടേക്ക് മാറ്റിയെന്നായിരിക്കുക. കിങ് ഇങ്ങോട്ടേക്ക് മാറിക്കഴിഞ്ഞാൽ ക്വീന് കൊണ്ട് അത് ചെക്ക്മേറ്റ് ആണ്. കിങ് ഇങ്ങോട്ടേക്ക് മാറിയാൽ റൂക്ക് കൊണ്ട് ചെക്ക്മേറ്റ് വരും. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ ഒരു പൊസിഷനിൽ ഇവിടെ നൈറ്റ് ടെക്സ് പോൺ വന്നു. ക്വീൻ ടെക്സ് നൈറ്റ് കളിച്ചാലുള്ള ഡേഞ്ചർ സിറ്റുവേഷൻ ആണ് നമ്മൾ കണ്ടത്. നൈറ്റ് കൊണ്ടുള്ള ഒരു ചെക്ക് പിന്നീട് ഡിസ്കവേർഡ് ചെക്കുകൾ ചെക്ക്മേറ്റ് ആവും, അല്ലെങ്കിൽ ക്വീനെ വെട്ടി മാറ്റാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ക്വീൻ ടെക്സ് നൈറ്റ് ഒരു നല്ല മൂവല്ല, അത് ബ്ലാക്ക് കളിക്കുന്നില്ല. ബ്ലാക്കിന് എത്രയും പെട്ടെന്ന് ഈ ഒരു പവർഫുൾ ക്വീനെ ട്രേഡ് ചെയ്യണം. അതിനുവേണ്ടി വരികയാണ് ക്വീൻ H5. എന്നാൽ വൈറ്റ് ഇവിടെ ക്വീൻ ട്രേഡിന് നിൽക്കുമോ? ഇല്ല, കാരണം വൈറ്റ് നല്ല അറ്റാക്കിങ്ങിലാണുള്ളത്. ക്വീൻ എന്തായാലും ബോർഡിൽ വേണം. അതുകൊണ്ട് ഇവിടെ കളിച്ചപ്പോൾ വൈറ്റിൻ്റെ മൂവ് വരികയാണ് ചെക്ക്മേറ്റ് ഇൻ 5. 5 നീക്കത്തിൽ ചെക്ക്മേറ്റ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ലൈൻ നിങ്ങൾക്ക് വേണമെങ്കിൽ വീഡിയോ പോസ്റ്റ് ചെയ്ത് നോക്കാം. റെഡി? യെസ്, വരികയാണ്. ആദ്യം നൈറ്റ് E6 ചെക്ക്. ഇവിടെ കിങ്ങിനെ E8 മാറാം, D7 മാറാം, അല്ലെങ്കിൽ C8 മാറാം. 3 ലൈൻസ് നമുക്കൊന്ന് നോക്കാം. കിങ് E8 മാറിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആദ്യം വരും നൈറ്റിനെ C5 മാറ്റിക്കൊണ്ട് റൂക്ക് കൊണ്ട് ചെക്ക്. ഇനി വേണമെങ്കിൽ ക്വീനെ സാക്രിഫൈസ് ചെയ്യാം. അപ്പോൾ എന്തായാലും ആ ഒരു ലൈൻ നോക്കുന്നില്ല. ക്വീന് പോയി കഴിഞ്ഞാൽ പിന്നെ എന്തായാലും കളി തോക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ക്വീനിൻ്റെ ലൈൻ നമ്മൾ നോക്കുന്നില്ല. ഇനി വേറെ എവിടേക്കാണ് മൂവ് ചെയ്യാൻ സാധിക്കുക? ഫോർ എക്സാമ്പിൾ ഇങ്ങോട്ടേക്ക് മാറിയെന്ന് വിചാരിക്കാം. ഇങ്ങോട്ടേക്ക് മാറിയിരുന്നെങ്കിൽ അത് ഡയറക്റ്റ് ചെക്ക്മേറ്റ് ആണ്. കിങ് F8 മാറുകയാണെങ്കിൽ നൈറ്റ് കൊണ്ട് വീണ്ടും ഒരു ചെക്ക് വരും. നൈറ്റ് D7 ചെക്ക്. ഇനി എങ്ങോട്ട് മാറും? മുകളിലേക്ക് അല്ലേ? വേറെ എവിടെയല്ലോ കിങ് F7 മാറിക്കഴിഞ്ഞാൽ ക്വീൻ E6 ചെക്ക് മേറ്റ്. ഓക്കെ, ഇങ്ങോട്ടൊന്നും പോകാൻ പറ്റില്ല. അതാണ് ഈ ഒരു ലൈൻ കിങ് E8 വന്നു കഴിഞ്ഞാലുള്ളത്. ഇനി അതിന് പകരം ഇപ്പോൾ നൈറ്റ് ഇവിടെ E6 ചെക്ക് എടുത്തപ്പോൾ കിങ് E8 വന്നപ്പോൾ കണ്ടു. ഇനി ഈ 2 നീക്കങ്ങളാണുള്ളത്. ഗെയിമിൽ വരുന്നത് ഈ ഒരു കിങ് D7 ആണ്. ഓക്കെ, ഇനി അതിന് പകരം കിങ് D7 നമുക്ക് നോക്കാം. ഗെയിമിൽ എന്താണ് സംഭവിച്ചത് നോക്കാം. അതിന് പകരം ഇങ്ങോട്ടേക്ക് മാറിക്കഴിഞ്ഞാലോ? അപ്പോൾ നെക്സ്റ്റ് മൂവ് വരും നൈറ്റ് C5. ഇവിടെ ഒരു ചെക്ക് ഉണ്ട്. ഇനി ഈ ഒരു പൊസിഷനിൽ വെച്ച് ഫോർ എക്സാമ്പിൾ ക്വീൻ കളിക്കുകയാണെങ്കിൽ നേരത്തെ ഇവിടെ ഡയറക്റ്റ് ചെക്ക്മേറ്റ് വരും. ഫോർ എക്സാമ്പിൾ ക്വീൻ ആണെങ്കിൽ റൂക്ക് കൊണ്ട് ഇവിടെ ചെക്ക്മേറ്റ് ആണ്. ഇനി അതിന് പകരം ഈ ഒരു ചെക്കിനെ എങ്ങനെ ബ്ലോക്ക് ചെയ്യാനൊന്നുമില്ല. ഇനി കിങ് B8 മാറുകയാണെങ്കിലോ? ഇങ്ങോട്ടേക്ക് മാറിക്കഴിഞ്ഞാൽ ഡയറക്റ്റ് ചെക്ക്മേറ്റ് ആണ് ക്വീൻ കൊണ്ട്. കിങ് B8 മാറിക്കഴിഞ്ഞാൽ ഈ റൂക്ക് കൊണ്ട് ചെക്ക്മേറ്റ് നടക്കുമോ? ക്വീൻ ടെക്സ് റൂക്ക് വരുമോ? അതുകൊണ്ട് ആദ്യം വരുന്നത് നൈറ്റ് കൊണ്ട് വീണ്ടും ചെക്ക്. കിങ് C8 മാറിക്കഴിഞ്ഞാൽ നൈറ്റ് ടേക്സ് ബിഷപ്പ് ഡബിൾ ചെക്ക്. കിങ് B8 വീണ്ടും മാറിക്കഴിഞ്ഞാൽ ക്വീൻ കൊണ്ട് ക്വീൻ C8 ചെക്ക് മേറ്റ്. ഓക്കെ, അതുകൊണ്ട് ഇങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാലും അതൊരു നല്ല ചെക്ക് മേറ്റിംഗ് അറ്റാക്കിലേക്ക് മാറും. ഓക്കെ, നമ്മൾ ഈ 2 നീക്കങ്ങളും കണ്ടു. ഇനി ഗെയിമിൽ സംഭവിച്ചത് കിങ് D7 വരികയാണ്. ഇവിടെ വരുന്നത് വൈറ്റ് കളിക്കുന്നത് നൈറ്റ് F8 കളിച്ചുകൊണ്ട് ചെക്ക് കൊടുക്കുന്നു. ഇവിടെ തിരിച്ച് ഇങ്ങോട്ടേക്ക് പോവുകയാണെങ്കിൽ ക്വീൻ കൊണ്ട് ചെക്ക്മേറ്റ് വരും. അതുകൊണ്ട് തന്നെ കിങ് എസ്കേപ്പ് ചെയ്യുകയാണ് കിങ് C6 വന്നുകൊണ്ട്. അപ്പോൾ വരുന്നു നൈറ്റ് B4 ചെക്ക്. മറ്റേ നൈറ്റ് കൊണ്ട് ചെക്ക് കൊടുക്കുകയാണ്. ഈ ഒരു നൈറ്റ് ഈ ഒരു സ്ക്വയർ കൺട്രോൾ ചെയ്യുന്നുണ്ട്, അതേപോലെ ക്വീനും കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഈ ഒരു നൈറ്റ് കൊണ്ട് ചെക്ക് വന്നപ്പോൾ ബ്ലാക്ക് കിങ് C5 കളിക്കുകയാണ്. അപ്പോൾ നൈറ്റ് D7 ചെക്ക് വരുന്നു. നമുക്ക് കാണാം ഈ നൈറ്റ് 2 സ്ക്വയേഴ്സ് കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു ചെക്ക് വന്നു. താഴോട്ടേക്കൊന്നും പോകാൻ സാധ്യമല്ല. ഈ ഒരു
ക്വീൻ കംപ്ലീറ്റ് കൺട്രോൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആകെയുള്ളൊരു മൂവ് വരികയാണ് കിങ് B5. അപ്പോൾ ചെക്ക് മേറ്റ് ഇൻ 1 മൂവ്. യെസ്, പോൺ A4 ചെക്ക് മേറ്റ്. വളരെ മനോഹരമായ ഒരു അറ്റാക്കിംഗ് കോമ്പിനേഷൻ. എങ്ങനെ പോയി കഴിഞ്ഞാലും ചെക്ക് മേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു അറ്റാക്കിംഗ് ഗെയിമാണ് നമ്മൾ കണ്ടത്. എന്തായാലും കഴിഞ്ഞ ഗെയിമിൽ 14 ചെക്കുകൾ തുടരെ ലഭിച്ച് പരാജിതനായ കോളിഷിന്റെ തകർപ്പൻ അറ്റാക്കിംഗ് ഗെയിമാണ് നമ്മൾ കണ്ടത്. കഴിഞ്ഞ ഗെയിമിൽ കോളിഷ് ബ്ലാക്ക് പീസുകൾ എടുത്ത് പരാജയപ്പെടുകയായിരുന്നു. എന്നാൽ ഈ ഒരു ഗെയിമിൽ കോളിഷ് തിരിച്ച് അതിഗംഭീരമായ ഒരു അറ്റാക്കിംഗ് ഗെയിമിലൂടെ വിജയിച്ചിരിക്കുകയാണ്. എന്തായാലും റൊമാൻറ്റിക് ചെസ് സീരീസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇങ്ങനെയുള്ള ഗെയിംസുകളായിരിക്കും റൊമാൻറ്റിക് ചെസ് എറയിൽ ആ സീരീസിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത്. എല്ലാവരും ഫോളോ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിൽ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വീണ്ടും കാണാം. താങ്ക് യു.